ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ കേട്ടോ. ഞാൻ ഓണത്തിൻ്റെ ക്ലീനിങ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിലൊരു ചേച്ചി എന്നോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചേച്ചി എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്നാണ്. എനിക്കങ്ങനെ സൊല്യൂഷനായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരാം. മെയിനായിട്ട് നമ്മൾ അലർജി ഉള്ളവർ നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് മാസ്ക് അല്ലെങ്കിൽ ടവൽ വെച്ചിട്ട് ഒന്ന് യൂസ് ആക്കണമായിരിക്കും നല്ലത്. നമ്മൾ മെയിനായിട്ട് നമുക്ക് മൂക്കിലും വായിലേക്കും അല്ലേ മെയിനായിട്ട് പൊടി അടിക്കുന്നത്. അപ്പം അത് കവർ ചെയ്തിട്ട് ക്ലീനിങ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് സൊല്യൂഷൻ. ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് ഡസ്റ്റ് അലർജി ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ആക്കാറില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പൊടി ഉള്ളിടത്തൊക്കെ നേരിട്ട് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് ഇതോ ചൂലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തൂത്ത് കഴിയുമ്പോൾ അത് മെയിനായിട്ട് എല്ലാ സ്ഥലത്തേക്കും പടരും. ആ നേരം കൊണ്ട് നമ്മളൊരു തുണി എടുത്തിട്ട് ചെറുതായിട്ട് നനച്ചിട്ടൊന്ന് തൂത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് പൊടിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൂത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ ചെയ്യാറുള്ളതായിട്ട് പറയാം. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ മുന്നേ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ചോദിച്ചത് കൊണ്ട് ഇന്ന് നോർമലി നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാനായിട്ട് സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയണത് കേട്ടോ. അപ്പോൾ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ അലർജി ഉള്ളവരൊക്കെ നമ്മൾ വീട്ടിൽ പൊടിയില്ലാണ്ട് എപ്പോഴും ക്ലീനാക്കി സൂക്ഷിക്കുക, എന്നാലാണ് ഇതൊക്കെ മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ ഡെയിലി അടിച്ചു വാരുക. പിന്നെ ഡെയിലി തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 1-2 തവണ ഇല്ലെങ്കിലും തുടയ്ക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങൊക്കെ ഏകദേശം നല്ല എല്ലാം തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേച്ചി ചോദിച്ചതും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അതെനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോൾ മാസ്ക് അല്ലെങ്കിൽ ടവൽ യൂസാക്കുക, അതാണ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ യൂസാക്കാത്തത് എനിക്ക് ബ്രീത്തിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാസ്ക് യൂസാക്കുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നും, അതുകൊണ്ടാണ് ഞാൻ യൂസാക്കാത്തത്. എല്ലാവർക്കും അങ്ങനെ ആവില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ അത് എൻ്റെ ലാസ്റ്റ് കുറച്ച് ചവിട്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. ഇനി ഓണവിശേഷങ്ങളായിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.